അപ്പാടെ പ്രാർത്ഥന ഫലിച്ചു. എന്തുവാടി? അവര് വിളിച്ചു, മേളി വന്നെന്നാ പറഞ്ഞേ. വെളി വന്നോ? എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. അയ്യോ കൊച്ചേ, അവര് വന്നോ? മേളി വന്നോ? വന്നു. എന്നാ വേഗം ബൊക്കെ മാലയൊക്കെ എടുക്ക. അവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കുമല്ലേ? റെഡിയാക്കി ഇട്ടേക്കു. അല്ലെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അവർക്ക് നല്ല രീതിയിലുള്ള സ്വീകരണം കൊടുക്കണം കേട്ടോ. അവര് രണ്ടുപേരും നല്ല രീതി അവരെ സ്വീകരിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ അറിയാലോ. രണ്ടുപേർക്കും അറിയാലോ. ശരി, വാ. വന്നല്ലോ വന്നല്ലോ, ഗ്യാസ് കുറ്റി വന്നല്ലോ, ഞങ്ങളുടെ വീട്ടിലും വന്നല്ലോ. കുറ്റി വന്നല്ലോ, വന്നല്ലോ വന്നല്ലോ, ഗ്യാസ് കുറ്റി വന്നല്ലോ, ഞങ്ങളുടെ വീട്ടിലും വന്നല്ലോ. കുറ്റി വന്നല്ലോ. നമസ്കാരം. ഞാൻ ഇരിച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. ആയിക്കോട്ടെ. എടി വാടി, എടി ഗ്യാസ് വന്നടി. ഗ്യാസ് വന്നടി വാരൂ, ഗ്യാസ് വന്നടി വാരൂ, ഗ്യാസ് വന്നടി. എടി അതൊട്ട് എടുക്കാൻ നോക്കിനെ. പിന്നെ ഫോൺ അടിക്കുന്ന എടുത്തിട്ട് വരാം. ഓടിച്ചെന്ന് എടുക്ക. അയ്യോ, ഓടിച്ചല്ല. ആരാ നോക്ക്. ഇതന്നെ അകത്തോട്ട് എടുക്കണ്ടേ? ചേച്ചി അകത്തോട്ടൊക്കെ എടുക്കാം. അതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറ. സർക്കാരിന്റെ പ്രത്യേക ഉത്തരവുള്ളതാ, അകമൊക്കെ നല്ല വീറും വൃത്തിയുള്ള സ്ഥലത്ത് മാത്രം ഗ്യാസ് കൊടുത്താൽ മതിയെന്ന്. ഓക്കെ ആണോ അകം? ആണോ? വൃത്തിയാക്കിയിട്ടൊക്കെ ഇല്ലയോ? എന്നാ ബാ. ഇവിടം വരെ കൊണ്ടുവരാമെങ്കിൽ എനിക്കറിയാം അകത്ത് വെക്കാൻ. ചേച്ചി ഭയങ്കര വെയിറ്റ്. ചേച്ചി എവിടെ ചേച്ചി വെക്കണ്ടേ? അപ്പൊ ഒന്നാ ശരി ചേച്ചി. എന്നാ ഓക്കെ. സന്തോഷം ചേച്ചി. പണ്ടൊക്കെ എന്തുവായിരുന്നു, എന്തോ ഒരു പുച്ഛമായിരുന്നു. വേണേ വെച്ചിട്ട് പോടാന്ന്. ഇപ്പൊ പൈസ തരിയിലായി, സ്വീകരണമായി, മാലയിടയിലായി. ദൈവമേ, എല്ലാ കാലവും ഇങ്ങനെ തന്നെ ആയിരിക്കണേ ഗ്യാസിന് സ്വീകരണം കിട്ടുന്നത്.